എടാ ഞാൻ ഇവിടെ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ നാട്ടുകാർ കേൾക്കേണ്ടത് നീ എന്തിനാ മൈക്ക് ഓഫ് ആക്കി വെച്ചത്? കുറെ കാലം കൊണ്ട് ഇങ്ങനെ കള്ളക്കഥ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലേ, വെറുതെ കറണ്ട് ചെലവാ നിന്ന് മുതലാളി. എടാ നിന്റെ വായിൽ നിന്നെ പഴമായിരുന്നു. വായിൽ മാത്രമല്ല എന്റെ 2 കയ്യിലും പഴമുണ്ട്. എടാ നിനക്കറിയാവോ ഞാൻ ഈ വള്ളം കളിക്ക് വന്നതിന്റെ കാര്യം എന്താണ്? കഴിഞ്ഞ 2 വർഷമായിട്ട് കപ്പ് കിട്ടുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ പ്രാവശ്യം ഞാൻ കപ്പ് തിരിച്ചു പിടിക്കും. പക്ഷെ കാല് നോക്കിക്കോളണം. കപ്പ് തിരിച്ചു പിടിക്കുമ്പോ എന്റെ മൂടി കാലേ ഇവിടുന്ന് സെപ്റ്റിക്കാവല്ലേ. നിന്റെ ആശാനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഇവിടെ. എന്റെ ആശാന മാത്രം കുറ്റം പറയല്ലേ. എന്റെ ആശാനം എന്ന് വെച്ചാൽ മംഗലക്കൽ തറവാട്ട് മുറ്റത്ത് വള്ളം പണിതവനാ. മംഗലക്കൽ തറവാട്ടില്ല പിന്നെ ആശാൻ അവിടെ വള്ളം പണിതൊന്നും വള്ളം വലുതായല്ലോ. അങ്ങനെ വീട്ടിന്റെ തൂണങ്ങ് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ഈ തൂണ് മാറ്റി വീണ്ടും പണിത് വന്നപ്പം ആ കാർപോർച്ചിലെ തൂണങ്ങ് മാറ്റാൻ പറഞ്ഞു. പിന്നെ കതവ് മാറ്റി, ജനല് മാറ്റി, വീട് മാറ്റി. ഇപ്പൊ മംഗലക്കൽ തറവാട്ടുകാർ താമസിക്കണ എവിടെ അറിയാമോ? ആശാൻ പണിത് ആ വള്ളത്തില്. എന്നെ അങ്ങനെ ആക്കാനായിട്ടുള്ള ഒരു പരിപാടി ഞാൻ പറയട്ടെ. നമ്മൾ ഈ വള്ളത്തിന് വേണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തരണം. ഉണ്ട് സംഭവം. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഈ വള്ളം ഇറക്കിയപ്പോ എന്റെ ആശാൻ 130 തുഴക്കാരെ കൊണ്ട് വള്ളം തൊഴിച്ചു. 130 പേരാ തുഴയെന്ന് പറഞ്ഞ വള്ളക്കാരങ്ങ് തുഴഞ്ഞു തള്ളയല്ലേ. പക്ഷെ 1 ഇഞ്ച് പോലും വള്ളം അനങ്ങിട്ടില്ല. അതെന്നാ കാര്യം? ആശാൻ വള്ളത്തിന്റെ കെട്ടയച്ച് വിട്ടാലേ വള്ളം അനങ്ങത്തുള്ളൂ. ഇപ്പൊ 11 മണിയായി. 11:30 നമ്മൾ വള്ളം ഇറക്കാന്ന് പറഞ്ഞിട്ട് ആശാൻ ഇതുവരെ കണ്ടില്ലല്ലോ. ആശാൻ വരുവന്നേ. ആരും പേടിക്കണ്ട, ഞാൻ എത്തി. അതെ ഉണ്ടാക്കിയത് മതി. എത്ര നേരം വേണം കാത്തിരിക്കുന്നത്? എവിടെ ആയിരുന്നു? എന്നാ പൊന്നടാവേ, ഒന്നും പറയണ്ട. ആറന്മുള വള്ളംകളി അമരത്ത് ഞാനല്ലായിരുന്നോ? അമരത്തിൽ കയറിയിരുന്ന മറഞ്ഞു പിടിച്ചത് ആഴത്ത് വീഴത്തില്ലേ? അതല്ലെന്ന്. അമരത്ത് ആദ്യം ഒരു പലക വച്ചിട്ട് എന്നെ അതിനകത്ത് മറ്റേ കാറിന്റെ സീറ്റ് ബെൽറ്റ് ഇട്ട് കെട്ടിവെച്ച് കയറ് വെട്ട് കെട്ടി വെച്ചെന്ന് വള്ളം ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുത്തപ്പോഴും പരുന്ത് പോലെ പോവാ. എനിക്ക് ആവേശം മൂത്ത് നേരെ കഴുക്കോലെടുത്ത് ഒരൊറ്റ കൂത്ത. അവിടെ നിന്ന് വള്ളത്തിന്റെ പണിക്ക് പോയി. ഞാനും കഴക്കോലും മാത്രം. ഞാനാണ് ഈ കഴക്കോലിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക. 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ കണ്ണൂർ നീപ്പേ തട്ടേക്കാട് പക്ഷി സങ്കേതത്തില് അപൂർവ ഇനം നീർക്കാക്കിയെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് കൂട്ടിലിട്ട് പറഞ്ഞുകൂടായിരുന്നോ? ഇനി ഞാൻ മിണ്ടിയിട്ട് വേണം സംസാരിക്കുന്ന നീർക്കാക്കാന്ന് വേണ്ട എന്നെ സാഹിത്യമാരും പിടിച്ചു കൊടുക്കാനായിട്ട്. വള്ളവും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പണിയല്ലോ? എല്ലാം കറക്റ്റായിട്ട് പണിയും. ഈ നാരായണൻകുട്ടി ഇവിടെ എത്തിക്കഴിഞ്ഞാ ഈ വള്ളം പിന്നെ തോളല്ല, പിന്നെ സെറ്റ്. ഞാനൊരു കാര്യം പറയുക, വാശിപ്പുറത്താണ് ഞാൻ ഈ വള്ളം പണിയുന്നത്. ഒറ്റ കിണ്ണാട് വരും. ഞാനത് തടിപ്പുറത്തുണ്ടാക്കി വെച്ചേക്കണ വെള്ളം പറഞ്ഞോട്ടോ, വാശിപ്പുറത്താന്ന്. പൊന്നു, നെഹ്റു ട്രോഫിക്ക് പോവാറുണ്ടോ? സത്യം പറഞ്ഞാൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പോകാറില്ല. എന്നാ അതിനകത്ത് പിടിക്കാം. എല്ലാ തവണ നെഹ്റു ട്രോഫിക്ക് മുമ്പ് എനിക്കൊരു കോള് വരും. ആലപ്പുഴ ജില്ലാ കളക്ടർ. പിന്നെ എന്നിട്ട് എന്നോട് ചോദിക്കും, ആശാൻ ഈ തവണ വെള്ളം ഇറക്കുന്നുണ്ടോ? ഞാൻ പറയും പിന്നല്ലാതെ. വരരുത്. എന്നാന്നോ ഈ പുള്ളി അവിടെ വള്ളം കൊണ്ട് പോയി തുഴഞ്ഞു കഴിഞ്ഞാലേ അപ്പുറം ഇപ്പുറമുള്ള വള്ളത്തിലെടുത്ത് ട്രാക്ക് മാറി വള്ളം മൊത്തം മുങ്ങി പോകൂലേ. അതുകൊണ്ട് എന്നോട് വരണ്ടാന്ന് പറഞ്ഞ. പക്ഷേ ഞാൻ ചെല്ലും, വള്ളം ഇറക്കും. ഈ വള്ളം ഇറക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ചെലവുള്ള കാര്യമല്ലേ? എവിടെ ചെലവ്? വള്ളം കളി കാണാൻ പറഞ്ഞ പെണ്ണുങ്ങളെ നോക്കി വെള്ളം ഇറക്കണതിന് വല്ല ചെലവുണ്ട്. ഓക്കെ, നമുക്ക് ഈ വള്ളപ്പുരയ്ക്ക് ഒരു പൂട്ട് വെക്കണം. വള്ളപ്പുരക്ക് ഒരു പൂട്ട് വെക്കണം. അത് വേണം. കാരണം എന്താണെന്നറിയാമോ? എന്റെ വള്ളം കഴിഞ്ഞ വർഷം അടിച്ചോണ്ട് പോയതാണ്. അപ്പൊ അതുകൊണ്ട് പൂട്ട് സെറ്റ് ചെയ്യാൻ നേരത്ത് നമ്മള് ശബ്ദവീചികൾ കൊണ്ടുള്ള പൂട്ട് വേണം സെറ്റ് ചെയ്യാൻ. അപ്പൊ സാർ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ പൂട്ട് തുറക്കണം. അതെ, എന്റെ ശബ്ദം കേട്ട് കഴിയുമ്പോ പൂട്ട് തുറക്കണം. അങ്ങനെ പൂട്ട് പണിയുന്ന ആരെങ്കിലും പരിചയമുണ്ടോ? ആളുണ്ട്. ഉണ്ടോ? അടുത്ത് തന്നെ ഉണ്ട്. ആരാ? ചമ്പക്കുളം നാരായണൻകുട്ടി. എന്നെ ഞാൻ പൂട്ടുപണിയുടെ ഉസ്താദല്ലേ? ചുമ്മാ എന്റെ വീട്ടിൽ ഞാൻ ഈ വക പൂട്ടല്ലേ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. രാത്രി ഒരു 10-11 മണിയാകുമ്പോ ചെന്നേച്ച് തങ്കമ്മേ പോയി ഇങ്ങനെ വിളിച്ചാട്ടല്ലോ, തങ്കമ്മ പെരയും തുറന്ന് പുറത്തേക്ക് ചാടും. അങ്ങനത്തെ പൂട്ട്? അല്ലപ്പോ ഒരു 11:30 മണി 12 മണിയാവുന്ന നേരത്ത് ഞാൻ വന്ന് തങ്കമ്മേ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ തുറക്കും? കഥകല്ല, ഇടിച്ചിലിന്റെ ചങ്കിന്റെ പൂട്ടിയാ തുറക്കും. ഞാൻ പറഞ്ഞു വന്ന് 11 കാലാകുന്നു. പൂജയിലോട്ട് നമ്മൾ കടന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് പൂജ കഴിഞ്ഞ് നമുക്ക് വള്ളം ഇറക്കേണ്ടതാണ്. നാരങ്ങ എടുക്കാം. നാരങ്ങ വേണ്ട, അപകടം ഉണ്ടാവും. നാരങ്ങ വെച്ചാലല്ലേ അപകടം ഉണ്ടാകാതിരിക്കുന്നത്. ഇതെന്നാ സാധനം അറിയാവോ? പൊട്ടല്ല. കഴിഞ്ഞ ദിവസം ഈ നാരങ്ങ വെക്കാൻ വേണ്ടി കുനിഞ്ഞതാ. വള്ളത്തിന്റെ പടിയെ കൊണ്ട് ഓരോ ഒറ്റയടി ചോര ചത്ത് കിടക്കണത് അറിയാവോ? ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ നാരങ്ങ വേണ്ട. നാരങ്ങ വേണ്ട. അപ്പൊ നമ്മൾ ഈ നാളികേരം കണ്ടോ? നാളികേരം കണ്ട് ഈ നാളികേരം ഞാനെടുത്ത് ഇങ്ങനെ തിരിക്കും. തിരിച്ചു കഴിഞ്ഞിട്ട് മുഖം കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാൽ ശുഭലക്ഷണം. അപ്പൊ ഈ തെക്കോട്ട് വന്നാലോ? ശുഭം. നിന്റെ കാര്യം വരാൻ പാടില്ല. ഒരു കാര്യം ചെയ്തോ, നന്നായിട്ട് കണ്ണടിച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ? ഭഗവാനെ സ്വതേ രക്ഷിക്കണേ.
ആശാനെ, നാളികേരം. നാളികേരം എടുത്ത് പോയി. വലിച്ച് തെക്കോട്ട് തുറന്നോ കണ്ണു കൊടുത്തോ അടിപൊളി നല്ല ലക്ഷണം സൂപ്പർ അയ്യോ ഇപ്പൊ സന്തോഷമായി കാരണം അല്ലായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും അപകടം പറ്റി ടെൻഷനായി പോകും പിന്നെ ഇനി എന്തെങ്കിലും ചടങ്ങുണ്ടോ ഇല്ല. ആ ഇനി പങ്കായ എടുക്കുന്നുണ്ട്. പങ്കായ എടുക്കുന്നുണ്ട് പങ്കായ എടുത്തു അതെ നിങ്ങൾ വന്നേ. എന്താ അല്ല അങ്ങോട്ട് പറഞ്ഞ കാര്യം ഇവിടെ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ അതല്ല, ആ. ഈ ഓരോ വള്ളപ്പണിയിൽ ഈ പങ്കായ ആശാൻ കയ്യിലെടുത്ത് കൊടുക്കുമ്പോഴേ ആ. 5 പവൻ 3 പവൻ മാലയൊക്കെയാണ് ആശാന് സമ്മാനം കൊടുക്കുന്നത്. ഇതൊക്കെ നേരത്തെ പറയണ്ടേ ഇപ്പൊ കയറി വന്നിട്ടാണോ 5 പവൻ വേണം 3 പവൻ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്ശോ, ഇപ്പം ഇതിപ്പോ സംഭവം 5 കൂടുതലുണ്ട് ഉള്ളത് മതി, ഉള്ളത് മതി. അതിന് ചടങ്ങ് നടക്കട്ടെ കൊടു 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 നാ. തന്നേര്. ഇനി ആശാൻ ആ പങ്കായ എടുത്ത് കൊടുക്കും. എന്റെ ദൈവമേ വള്ളക്കളി ഭഗവാനെ രക്ഷിക്കണമേ ഇത് പൊക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് ഞാൻ പിടിക്കാം ആ, നേരത്തെ മതി. അയ്യടാ ഇരിക്ക. അയ്യോ ആ, നീ എങ്ങനെ തിരിച്ചു തന്നേ ഇതെന്നാ പരിപാടിയാ അത്? അല്ല ഈ പങ്കായം തരാൻ നേരത്താണല്ലോ ഇത് അങ്ങോട്ട് തരേണ്ടത് പങ്കായം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ചു മേടിക്കാം അതങ്ങനെയാണ്